കണ്ട ആ എങ്ങനെയും മുറുക്കനാണെന്ന് മനസ്സിലായി. ചീറ്റിയോ പാമ്പിനെ കണ്ട ചീറ്റല് കേട്ടു എന്നുള്ളത് ഉറപ്പാ? കുറച്ച് ക്ലോസ് ആയിട്ട് വന്നു ഈ പാമ്പിനെ കാണാൻ. ആ വേണ്ട ഒരു ഇഷ്ടിക എന്തേലും വെയിറ്റുള്ള അവിടെ നിന്ന് കട്ടെടുത്തോ. അപ്പോൾ സ്നേക്ക് മാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വെളപ്പായ എന്ന് പറയുന്ന സ്ഥലത്താണ്. വെളപ്പായ മണിത്തറ അല്ലേ, മണിത്തറ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു വീട്ടിൽ ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണിയായിട്ടുണ്ട്, പുലർച്ചെ രാവിലെ ഏതാണ്ട് 2:30-3 മണി സമയത്ത്. എങ്ങനെയപ്പോൾ അത് കണ്ടത്? ചീറ്റിൻ്റെ സൗണ്ട് കേട്ടു അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടത്. അപ്പോൾ വീടിൻ്റെ അകത്തായിരുന്നു അലമാരി എന്നായിരുന്നത്. അപ്പോൾ ചീറ്റിലൊക്കെ കേട്ടപ്പോൾ ഇവർ ഈ ഇത് കയറൊക്കെ കെട്ടി അടച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അടച്ചു. അങ്ങനെ നമ്മളെ വിളിക്കായിരുന്നു. ഇതിനുള്ള അത്യാവശ്യം തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിലാണ് നമുക്ക് എന്തായാലും തുണികളൊക്കെ മാറ്റി നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് റെസ്ക്യൂയിലേക്ക് കിടക്കാം കേട്ടോ. കണ്ട ആ കുറച്ച് ക്ലോസ് ആയിട്ട് വന്ന് ചീറ്റല് കേട്ടു എന്നുള്ളത് ഉറപ്പാ? കുറച്ച് ക്ലോസ് ആയിട്ട് വന്ന് ഈ പാമ്പിനെ കാണണ്ട വീഡിയോയിൽ കാണാല്ലേ? അപ്പൊ ഇത് സംഭവം ചീറ്റാനായിട്ട് യാതൊരു വഴിയില്ല. കാരണം ഇത് മൂർഖനല്ല, ഇത് കാട്ടുപാമ്പാണ്. ആ കാട്ടുപാമ്പ് എന്ന് പറയുന്ന ട്രിങ്കർ സ്നേക്ക് എന്ന് പറയുന്ന ഒരു വിഷമില്ലാത്ത പാമ്പ്, നമ്മുടെ ചേരയുടെ കുടുംബത്തിലൊക്കെ ആയിട്ടുള്ള പാമ്പാണ്. അപ്പോൾ ചീറ്റിൽ കെട്ടു എന്ന് പറയുന്നത് അങ്ങനെ വല്ല സൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പാമ്പിനോട്. വിഷമില്ലാത്ത പാമ്പാണ് പക്ഷെ വിഷമില്ലാത്ത പാമ്പാണ്. ഇതിനല്ലേ നിങ്ങൾ കണ്ടത്? നിന്റെ മേല് കെട്ടുകളൊക്കെ കാണും, അത് കണ്ട് പേടിക്കണ്ട. വെള്ളിക്കെട്ടനല്ല ഏയ് കാട്ടുപാമ്പ് എന്ന് മലയാളത്തിൽ പറയും. വെള്ളത്തിലല്ല, ഇത് കൂടുതലും മരത്തിലും അല്ലെങ്കിൽ ഓടിട്ട വീടുകളിലൊക്കെ മുകളിലൊക്കെ സാധാരണ കാണാറുണ്ട്. എലീനെ പിടിക്കലാണ് മെയിനായിട്ട്. ഏതാ? ചുമരുപാമ്പ് ഇതല്ല, അത്ര വലുപ്പം വരില്ല. ആ അല്ല, എന്തായാലും പാമ്പാണല്ലോ. അങ്ങനെ ഒരു നമ്മളെ പോലെ എന്താ പറയാ, കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവില്ല. പാമ്പ് ഇപ്പോൾ മുട്ടയിട്ടാൽ തന്നെ അവര് മുട്ട തന്നെ ഉപേക്ഷിച്ച് പോവും. കുട്ടികൾ പിന്നെ തന്നെ വിരിഞ്ഞിറങ്ങിക്കോളും. അപ്പോൾ ഇവിടെ വേറെയും കാണാൻ സാധ്യതയുണ്ട്, പക്ഷെ ഒരുമിച്ച് ഉണ്ടാവില്ല. അതെ, ഇതേപോലെ തന്നെയാണ്. അതെ, കൂടുതലും വീടിനോട് ചേർന്ന സ്ഥലങ്ങളിൽ കാണാറുണ്ട്. പേര് കാട്ടുപാമ്പെന്നാണെങ്കിലും നാട്ടിൽ സാധാരണ കാണുന്ന പാമ്പാ, വിഷമില്ലാത്ത പാമ്പാ. അതെ, വേറെ കുഴപ്പമൊന്നുമില്ല.
അപ്പം എന്തായാലും മൂർഖനാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇവർക്ക് പാമ്പിനെ കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചീറ്റിൽ കേട്ടത് എന്ന് പറഞ്ഞത് മിക്കവാറും എന്തെങ്കിലുമുള്ള അനക്കം കേട്ടതായിരിക്കാം, അല്ലാതെ ഇതങ്ങനെ ചീറ്റാറൊന്നുമില്ല. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വിഷ്ണു ജോജു സൈനിങ് ഓഫ്.